തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രമുഖ നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളും കാരണം ബിജെപി സംസ്ഥാന നേതൃത്വം കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക്. സംഘടനാ വിഷയത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിലും പരസ്യമായി സംസാരിക്കുന്ന സംസ്ഥാന നേതാക്കൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയുണ്ടാകുമെന്ന് ബിജെപി നേതൃത്വം മുന്നറിയിപ്പ് നൽകി. വിവാദ പ്രസംഗങ്ങളിൽ പെടരുതെന്ന് നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂഞ്ഞാറിലെ മുൻ NDA സ്ഥാനാർത്ഥി PC ജോർജ് മുൻപ് നടത്തിയ ഒരു പ്രസംഗം പുറത്തു വന്നതാണ് BJPയെ വീണ്ടും വെട്ടിലാക്കിയത്. മാസങ്ങൾക്ക് മുൻപ് എരുമേലിയിൽ നടന്ന BJP യോഗത്തിൽ PC ജോർജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിലൂടെ വീഡിയോ സഹിതം പുറത്തു വന്നതോടെ തട്ടിപ്പ് ആരോപണം വീണ്ടും സജീവമായി. 4.5 കോടി രൂപ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടുണ്ട്. അത് എത്ര പേർക്കറിയാം? നിങ്ങളിൽ ആരൊക്കെ അതിന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും തൊട്ടിട്ടില്ല. ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കാൻ ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ട് ആ പണം എവിടെ പോയി? ഇതായിരുന്നു പ്രചരിച്ച വീഡിയോയിൽ PC ജോർജ് പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചത്. എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി PC ജോർജ് തന്നെ രംഗത്ത് വന്നു. എരുമേലിയിലെ യോഗത്തിൽ താൻ സംസാരിച്ചത് തെറ്റിദ്ധാരണ മൂലമാണെന്നും പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞ് ആ വിഷയം അന്നു തന്നെ അവസാനിപ്പിച്ചതാണെന്നുമാണ് ജോർജ് വ്യക്തമാക്കിയത്. തങ്ങൾക്കെതിരെയുള്ള മറ്റു വാർത്തകൾ മറച്ചുവെക്കാൻ ചില ചാനലുകൾ പഴയ വീഡിയോ ഉപയോഗിച്ച് തന്നെ കരുവാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നിയമപരമായി ചെലവഴിക്കാവുന്ന പരമാവധി തുക 40 ലക്ഷം രൂപ മാത്രമാണെന്നും തനിക്ക് അത്ര പോലും ചെലവായിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. തോറ്റെങ്കിലും BJP വിടുന്ന പ്രശ്നമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ക്രിസ്ത്യൻ സമുദായം ഒറ്റക്കെട്ടായി UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതാണ് പൂഞ്ഞാറിലെ തന്റെ പരാജയത്തിന് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം BJPക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വാർത്തകൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും തള്ളി. പാർട്ടിയിൽ യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നതിനായി അച്ചടക്ക സമിതിയെയോ അന്വേഷണ കമ്മീഷനെയോ നിയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്കുള്ളിൽ നൽകുന്ന കാരണം കാണിക്കൽ നോട്ടീസുകളും തുടർന്നുള്ള നടപടികളും സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. PC ജോർജിന്റെ പഴയ പ്രസംഗത്തിന്റെ പേരിൽ ആരോടും വിശദീകരണം ചോദിച്ചിട്ടില്ല. ജോർജ് തന്നെ ആരോപണം തള്ളിയ സ്ഥിതിക്ക് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് എതിരാളികൾ ശ്രമിക്കുന്നത്. വിവാദം കനത്തതോടെ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കരുതെന്ന് BJP സംസ്ഥാന നേതാക്കൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകി. ഫണ്ട് ക്രമക്കേടുകളിലോ സംഘടനാ തർക്കങ്ങളിലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നേതാക്കളുടെ മാധ്യമ വിചാരണ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് നടൻ ദേവൻ നടത്തിയ വെളിപ്പെടുത്തലുകളോടും നിലപാടുകളോടും തൽക്കാലം പ്രതികരിക്കേണ്ടതെന്നാണ് BJPയുടെ തീരുമാനം. ദേവന്റെ പ്രസ്താവനകൾക്ക് മറുപടി നൽകി വിഷയം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്.